ഇന്ന് നമുക്കൊരു ചെറിയ പ്രോഗ്രാം നമുക്ക് റൺ ചെയ്ത് നോക്കാം കേട്ടോ, പൈത്തൺ യൂസ് ചെയ്തുകൊണ്ട്. അപ്പം ഞാനിവിടെ എനിക്ക് വേണ്ടത് ഒരു ഫേവറേറ്റ് കളർ എനിക്ക് വേണം. ആ കളർ എനിക്ക് പ്രിന്റ് ചെയ്ത് കാണിക്കണം. അതാണ് പ്രോഗ്രാം. ഓക്കെ. അപ്പോൾ അത് യൂസർ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ യൂസറിന് ചോദിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കോഡാണ് ഇൻപുട്ട്. ഇൻപുട്ട് എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ടാണ് യൂസറിൽ നിന്നും നമുക്ക് എന്ത് എടുക്കുന്നത്, അവരുടെ യൂസറിന്റെ കാര്യങ്ങൾ, ആ യൂസർ കൊടുക്കുന്ന ആ വാല്യൂ എന്താണോ അത് സ്വീകരിക്കുന്നത് ഇൻപുട്ട് എന്ന് പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ടാണ്. ആ വാല്യൂവിനെ എങ്ങോട്ട് കൊണ്ടിടാനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ കളർ എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ വേരിയബിളിലേക്ക് യൂസർ കൊടുക്കുന്ന വാല്യൂ സ്റ്റോർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അതായിരിക്കണം ഇവിടെ പ്രിന്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് നോക്കാം കേട്ടോ. ഓക്കെ, എൻ്റർ യുവർ ഫേവറേറ്റ് കളർ ആണ് യൂസറിനോട് ചോദിച്ചിരിക്കുന്നത്. അപ്പം യൂസർ അവിടെ എൻ്റർ ചെയ്യണം. ഓക്കെ, എൻ്റെ ഫേവറേറ്റ് കളർ എന്ന് പറഞ്ഞാൽ ബ്ലൂ ആണ്. ഓക്കെ, എൻ്റർ അടിക്കുക. എൻ്റർ അടിക്കുമ്പോൾ അടുത്തത് പ്രിന്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാനാണ് അല്ലേ. പ്രിന്റർ യുവർ ഫേവറേറ്റ് കളർ ഈസ് പ്ലസ് കളർ. ഓക്കെ, ഈ കളർ എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് എന്ത് പോയിട്ടുണ്ട്, യൂസർ കൊടുത്ത ആ ബ്ലൂ എന്ന് പറഞ്ഞ് വാല്യൂ പോയിട്ടുണ്ട്. അതാണ് ഇവിടെ പ്രിന്റ് ചെയ്തത്. ഓക്കെ, ഇത് സ്ട്രിങ് ആയതുകൊണ്ടാണ് ഇവിടെ പ്ലസ് കൊടുത്തത്. നമുക്കറിയാം സ്ട്രിങ്ങുകൾ തമ്മിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഒരു സ്ട്രിങ് അല്ലെങ്കിൽ വേറെ ഡിഫറെന്റ് ഡാറ്റ ടൈപ്പ് ആണെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാനോ ചെയ്യാൻ പറ്റത്തില്ല, എറർ കാണിക്കും. ഓക്കെ, ഇപ്പം ഞാൻ ഇനി ഇൻപുട്ട് എന്ന് പറഞ്ഞ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയാം. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു യൂസർ കൊടുക്കാൻ വേണ്ടി, യൂസറിനെ സ്വീകരിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഇൻപുട്ട് എന്ന് പറയുന്നത് അല്ലേ. ഇനി ഈ ഇൻപുട്ടിൽ ഞാൻ കൊടുക്കുന്നത്, ഇപ്പം ഇവിടെ നിങ്ങൾ കൊടുക്കുന്നത് ഞാനിപ്പോൾ കൊടുക്കുകയാണ് 4 എന്ന്. ശരിക്കും ഫേവറേറ്റ് കളർ എന്ന് പറയുന്നത് നമ്മൾ അറിയാം, കോഡ് കൊടുക്കുന്ന ഏതാ, കളർ കോഡാണ് കൊടുക്കേണ്ടത് അല്ലേ. ഞാനിവിടെ കൊടുക്കുന്നത് 4 എന്ന് കൊടുത്തു. അവിടെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും യുവർ ഫേവറേറ്റ് കളർ ഈസ് 4. അപ്പോൾ ഇവിടെ എന്താണ് ഇപ്പോൾ ആഡ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു പ്ലസ് ചെയ്യും. പ്ലസ് എന്ന് പറഞ്ഞ ആ ഒരു ഓപ്പറേറ്റർ യൂസ് ചെയ്യുവാണെങ്കിൽ സെയിം ഡാറ്റ ടൈപ്പിന് മാത്രമാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്പ് ആണെങ്കിൽ അവിടെ എറർ വരും. അപ്പോൾ എന്തുകൊണ്ട് 4 എന്ന് പറഞ്ഞ നമ്പർ അവിടെ വന്നു. ഓക്കെ, അത് വരാൻ കാരണം ഈ ഇൻപുട്ട് എന്ന് പറയുന്നത് ബൈ ഡിഫോൾട്ട് ആയിട്ട് ഏത് നമ്പർ, ഏത് വാല്യൂ യൂസറിന് സ്വീകരിച്ചാലും അത് സ്ട്രിങ് ആയിട്ടാണ് അവർ കൺസിഡർ ചെയ്യത്തുള്ളൂ. അപ്പം ഞാൻ 4 എന്ന് പറഞ്ഞ വാല്യൂ കൊടുത്തു സത്യം പറഞ്ഞാൽ, പക്ഷെ ആ 4 എന്ന് പറഞ്ഞ വാല്യൂവിനെ അവർ എന്തായിട്ട് എടുത്തത്, സ്ട്രിങ് ആയിട്ട് നമുക്ക് നമ്പറിനെ മാറ്റാന്ന് പറഞ്ഞല്ലേ. ഡബിൾ കോഡ്സിൽ ഇതിട്ട് കൊടുത്ത ഡബിൾ കോഡ്സിന്റെ അകത്ത് നമ്മൾ എന്തിട്ട് കൊടുത്താലും അത് സ്ട്രിങ് ആണ്. ഓക്കെ, അപ്പം ആ ഒരു ടൈപ്പിലേക്ക്, അത് ഡാറ്റ ടൈപ്പിലേക്ക്, സ്ട്രിങ് ഡാറ്റ ടൈപ്പിലേക്ക് ഇത് മാറിയിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ഇവിടെ 4 എന്ന് കാണിച്ചത്. ഇൻ കേസ് ഞാനിപ്പോൾ ഇവിടെ ഇൻപുട്ട്, ഈ ഇൻപുട്ട് എന്ന് പറയുന്ന സംഭവം ഞാൻ ഒന്ന് സ്പെസിഫൈ ചെയ്യുവാണ്. എനിക്ക് വേണ്ടത് ഇൻറ്റിജർ ടൈപ്പാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഫ്രണ്ടിൽ ഏത് ടൈപ്പാന്ന് പറഞ്ഞു കൊടുത്താൽ മതി. ഇൻറ്റ് ടൈപ്പ് ആണെങ്കിൽ ഇൻറ്റ് എന്ന് കൊടുക്കുക. അപ്പോൾ ഇൻറ്റ് ഓഫ് ആ ഒരു മെത്തേഡ് കൊടുക്കുക. അതിൻ്റെ അകത്ത് ഇൻപുട്ട് അറിയാലോ, യൂസറിന് സ്വീകരിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇൻറ്റ് ഓഫ് ഇൻപുട്ട് ഓഫ് എന്താണ്, എൻ്റർ യുവർ ഫേവറേറ്റ് കളർ. അപ്പം ഞാനിവിടെ അപ്പം അതുപോലെ തന്നെ എന്ത് കൊടുക്കുകയാണ്, ക്ലിയർ ചെയ്യാം. കോഡ് റൺ ചെയ്തു. ഞാനിപ്പോൾ ഇവിടെ 4 എന്ന് തന്നെ കൊടുത്തു. ഓക്കെ, എൻ്റർ അടിക്കുകയാണ്. ഇവിടെ എറർ വരും. കാരണം ഇപ്പോൾ കളർ എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് എന്ത് ടൈപ്പാണ് സ്റ്റോർ ചെയ്തിരുന്നത്, ഇൻറ്റിജർ ടൈപ്പ് ഡാറ്റ ടൈപ്പാണ് സ്റ്റോർ ചെയ്യുന്നത്. സോ ഞാൻ ഇവിടെ പ്ലസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യുവർ ഫേവറേറ്റ് കളർ ഈസ് എന്ന് പറഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുന്നത്, അവിടെ കൺകാറ്റിനേറ്റ്, നമ്മൾ പറഞ്ഞിട്ടുണ്ട് രണ്ട് ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്പ് തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, കൺകാറ്റിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ അവിടെ ടൈപ്പ് എറർ എന്ന് പറഞ്ഞ സംഭവം വരും. ഓക്കെ, ഇനി ഞാൻ അതിന് വേണ്ടിയിട്ട് എനിക്ക് ഈ 4 തന്നെ പ്രിന്റ് ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ബട്ട് 4 എന്ന് പറയുന്നത് എന്തായിരിക്കണം, ഇൻറ്റിജർ തന്നെ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ പ്ലസ് മാറിയിട്ട് നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം, ജസ്റ്റ് ഒന്ന് കോമ ഇട്ട് കൊടുത്താൽ മതി. ഡിഫറെൻറ്റ്, അതായത് ആ വേരിയബിളിൻ്റെ വാല്യൂ അവിടെ പ്രിന്റ് ചെയ്യിപ്പിക്കണം അല്ലേ. ഒക്കെ ഒന്ന് റൺ ചെയ്യിപ്പിക്കാം. ഞാൻ 4 തന്നെ കൊടുത്തു. യുവർ ഫേവറേറ്റ് കളർ ഈസ് 4. അവിടെ 4 എന്ന് പറയുന്നത് ഇൻറ്റിജർ തന്നെയാണ്. അവിടെ ഞാൻ പറഞ്ഞു പ്ലസ് അല്ല കൊടുത്തത്, ജസ്റ്റ് കോമ കൊടുത്ത് വേരിയബിളിനെ ഒന്ന് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോമ കൊടുത്തിട്ട്, അതായത് ഡബിൾ കോഡ്സിനകത്ത് സ്ട്രിങ് കൊടുത്തു, ദെൻ വേരിയബിൾ റെപ്രസെന്റ് ചെയ്തു. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പം ഇനി നിങ്ങളിപ്പോൾ വാല്യൂ ഇവിടെ സ്വീകരിച്ചു. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഡിഫോൾട്ടായിട്ട് ഞാനിപ്പോൾ കാണിച്ചു തന്നു. സ്ട്രിങ് ആണെങ്കിൽ സ്ട്രിങ് കൊടുക്കണം എന്ന് പറഞ്ഞു. ഇൻപുട്ടും പോട്ടെ, ഇൻറ്റീജർ ആണെങ്കിൽ ഇൻറ്റീജർ, ഫ്ലോട്ട് ടൈപ്പ് ആണെങ്കിൽ ഫ്ലോട്ട്, ഏതാണെന്ന് വെച്ചാൽ കൊടുക്കണം എന്ന് പറഞ്ഞു അല്ലേ. പിന്നെ നമുക്കറിയാം കളർ കോഡ് ഏതാണെന്നുള്ളത് അറിയാം അല്ലേ. ഇനി ഇപ്പം ഇവിടെ പറയാണ് എനിക്ക് എന്ത് വേണം. ഓക്കെ, ഞാൻ ഇപ്പം എൻ്റർ ചെയ്തു. എന്നോട് എൻ്റർ യുവർ ഫേവറേറ്റ് കളർ ചോദിച്ചു. എനിക്ക് ഈ ലൈനിൽ തന്നെയാണ് ഈ സംഭവം വന്നേക്കുന്നത്. ഇവിടെ തന്നെയാണ് ഞാൻ എന്ത് കൊടുക്കുന്നത്, എൻ്റെ കളർ കോഡ് അടിച്ചു കൊടുക്കുന്നത്. എനിക്ക് അങ്ങനെ വേണ്ട, എൻ്റെ നെക്സ്റ്റ് ലൈനിലായിരിക്കണം
എനിക്ക് വേണ്ട ഞാൻ യൂസർ കൊടുക്കുന്ന വാല്യൂ കാണേണ്ടത്. അതായത് ഈ കളർ ക്വസ്റ്റ്യൻ മാർക്ക് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ലൈനിലായിരിക്കണം ഈ റെഡ് എന്ന് പറഞ്ഞത് എഴുതി കാണിക്കേണ്ടത്. സോ അങ്ങനെയാണെങ്കിൽ ന്യൂ ലൈനിലേക്ക് പോകാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡാണ് /n എന്ന് പറയുന്നത്. ഓക്കെ, /n ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ യൂസർ സ്വീകരിക്കുന്ന വാല്യൂ അത് ഏത് ലൈനിൽ പോകും? നെക്സ്റ്റ് ലൈനിലേക്ക് പോകും. അപ്പൊ നമുക്ക് നോക്കിയാലോ. കണ്ടോ, ആ കഴ്സർ എവിടെ വന്ന് കിടക്കുന്ന ഈ ലൈനാണല്ലേ. ആ നേരെ വരുന്നില്ല, ഇത്ര നാളും എവിടെയാണ് വന്നത്? ഈ ഒപ്പമാണ് വന്നത്. നമുക്കത് സെക്കൻഡ് ലൈനിലേക്ക് പോയി. ഇനി ഞാനത് റെഡ് എന്ന് കൊടുത്തു, അടിച്ചു. അപ്പോൾ ഈ കമാൻഡോട് കൂടിയിട്ട്, ഈ പ്രോഗ്രാമോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ചെറിയ ചെറിയ പ്രോഗ്രാം എടുക്കുക. അതോട് കൂടിയിട്ട് ഓരോ കോഡും നമ്മൾ പഠിക്കുക. ഒന്നും കാണാതെ പഠിക്കേണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായിക്കോളും.